ആദ്യമായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു. ആ സമയത്താണ് ഒരു ടെലിഫോൺ കിട്ടിയത്. ഞാൻ നാഗാലാൻഡിലായിരുന്നു. ടെലിഫോൺ കിട്ടിയത് ഇങ്ങനെ നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു. നമ്മൾ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചു. ഞാൻ തരാം. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ എന്താണ് നഷ്ടത്തിൽ ഓടുമെന്ന് പറഞ്ഞാൽ അന്ന് വെക്കേറ്റ് ചെയ്യണം. അതാദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ലാഭമില്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് തന്നെ എനിക്കത് ലാഭമാണ്. ലാഭം ഉണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നഷ്ടമെന്ന് പറഞ്ഞാൽ മാറിത്തരണം. അതായിരുന്നു ആദ്യം തുടങ്ങിയത്. അതപ്പോൾ രാജു പറഞ്ഞു, എന്തായിരുന്നാലും സാറിൻ്റെ വാടക ഞാൻ തരും, ഞാൻ നടത്തും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നപ്പോഴാണ് കണ്ടത്, ഒരു ചെറിയ കടയുണ്ടായിരുന്നു. ചെറിയ ഒരു ഫ്ലോറിലാണ് തുടങ്ങിയത്. ഞങ്ങൾ പോയി കണ്ടു. ആദ്യം രാജനെ കണ്ടപ്പോൾ എനിക്ക് ഒരു പോസിറ്റീവ് ഒരു ഫിഗറിനാണ് കാണുന്നത്. സ്മൈലിങ്, പ്ലസൻറ്റ്, ഹമ്പിളാണ്, ഭയങ്കര മോട്ടിവേറ്റഡാണ്, എ ഗുഡ് സെയിൽസ്മാൻ. എല്ലാണെങ്കിലും മനസ്സിലായത്. ഐ വാസ് വെരി മച്ച് ഇംപ്രസ്ഡ്, ഒരു യങ് മാൻ കമ്മിങ് അപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാജൻ എന്ത് വേണോ ഞാനുണ്ട് കൂടെ, പോയിക്കോളൂ. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഇവിടെ തിരുവനന്തപുരത്തുള്ള സമയത്താണ് പോയി നോക്കുമ്പോൾ അവിടെ ഈ കോമ്പൗണ്ട് വാൾ ഒരു തടസ്സമായിട്ട് വരുന്നു. പാർക്കിങ്ങിന് സ്ഥലമില്ല, ആളുകൾക്ക് വരാനും പോകാനും വിഷമമുണ്ട്. അവിടെ ട്രാഫിക് ഏരിയ ആണ്. ഞാൻ പറഞ്ഞു അതൊക്കെ പൊട്ടിച്ചേരാം, നമുക്ക് പൊട്ടിച്ചിട്ട് പിന്നെയാണ് തുടങ്ങുന്നത് സെക്കൻഡ് ഫ്ലോറും ബാക്കി പണികൾ ലിഫ്റ്റും ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ കൂടെ ഉണ്ട്, ദിവസവും പോയി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നോക്കിയിട്ട് ഓരോന്നായിട്ട് പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്താണ് ഇത് തുടങ്ങിയത് അവിടെ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ രാജിൻ്റെ സംസാരത്തിൽ മനസ്സിലാകുന്നത് കുറവ് കോണത്തുകാരെല്ലാവരും നല്ലവരാണ്. അത് പത്മകുമാർ വല്ലാതെ എനിക്ക് കിട്ടിയ ഇംപ്രഷൻ. അത് നല്ലൊരു പേരല്ലേ നമ്മുടെ നാട്ടിൻ്റെ ആ ഏരിയയിലെ ഒരു പേരുണ്ടാകുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ ഈ ഷോവും വന്നതിന് ശേഷം, സൗത്തിലും വന്നതിന് ശേഷം ആ ഏരിയയും ഡെവലപ്പായി. ഇതാണ് ഈ പോസിറ്റീവിയുടെ ശക്തി. നമ്മുടെ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ എല്ലാം വരും. ഇന്ന് ലോകത്ത് നടക്കാൻ വയ്യാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ മോട്ടിവേഷൻ, കോൺസെൻട്രേഷൻ, ഫോക്കസ്, ഹാർഡ് വർക്കിംഗ്, ഹാണസ്റ്റി, ഇതുണ്ടെങ്കിൽ നമുക്ക് ഏതും ഹാർഡ് വർക്കാണ്. അത് ഇവരുണ്ട് വരും. പിന്നെ കല്യാണം കഴിഞ്ഞു, സാക്ഷാൽ മഹാലക്ഷ്മിയെ കൊണ്ടുവന്നു. അതാണ് രണ്ടുപേരും. ആ മഹാലക്ഷ്മി വന്നതിന് ശേഷം അത് മഹാലക്ഷ്മി തന്നെ. പിന്നെ പിന്നോട്ട് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അച്ഛനും അമ്മയാണെങ്കിലാണ് സ്വർണ്ണത്തിൽ മാറ്റില്ലല്ലോ. അതാണ് നമ്മൾ എത്രത്തോളം സമുദ്രത്തിൽ മുങ്ങിപ്പോകുമ്പോഴും എത്ര അടിയിൽ പോകുമ്പോഴാണ് നമുക്ക് ഡയമണ്ട് കിട്ടുന്നത്. അതുപോലെ 2 ഡയമണ്ട്സാണ് ഒരു അച്ഛനും അമ്മയും. അവരാണ് ഇതിൻ്റെ പിൻഗാമി, അവരുടെ ശക്തി. ഈ അച്ഛൻ്റെയും അമ്മയുടെയും ശക്തിയും അനുഗ്രഹമാണ് ഇതെല്ലാം അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയൊരു കയ്യടി കൊടുക്കേണ്ടത് ഇവർക്കാണ്. പിന്നെ കച്ചവടത്താണെങ്കിൽ നല്ലോണം നടക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് എല്ലാവരും നല്ല കസ്റ്റമേഴ്സാണ്. വെരി എലിഗൻ്റ്, വെരി ഹൈ പീപ്പിളാണ് വരുന്നത്. വെറും മിഡിൽ ക്ലാസ് അല്ല, താഴ്ന്ന ക്ലാസ്, എല്ലാ ക്ലാസ്സും അവിടെ വരുന്നുണ്ട്. എല്ലാവരുടെയും ഒരു ഹാപ്പി ഹോമാണ് ഈ സൗത്തിലും. ആര് വന്നാലും സന്തോഷമായിട്ടാണ് പർച്ചേസ് നടത്തുന്നത്. അവർക്ക് എല്ലാത്തിനും ഒരു സന്തോഷമാണ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ. കസ്റ്റമർക്ക് അവർ ക്വാളിറ്റി സാറ്റിസ്ഫൈഡാണ്. എനിക്ക് കുറച്ച് ഷർട്ടുകൾ പ്രസൻറ്റ് ചെയ്യുന്നു ഈ ഇടയ്ക്ക്. ഞാൻ അവിടെ പോയപ്പോൾ കുറേ ഷർട്ട് വാരി കൊടുത്തു. ഞാൻ പറഞ്ഞില്ലാതെ അല്ലല്ലോ സാർ ഇതിന് ഞാൻ ഗിഫ്റ്റായിട്ട് വരാമെന്ന്. അപ്പോൾ ഞാൻ പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഒരാൾ ഇട്ടു, സാറേ ഇത് വളരെ കംഫർട്ടബിളാണ്, ഗോ ടു സൗത്തിലും. അതൊരു അഡ്വർടൈസ്മെൻ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആര് വന്നാലും എന്ത് പറഞ്ഞാൽ ഞാൻ സൗത്തിലുമാണ് പറയുന്നത്. അങ്ങനെ സൗത്ത് റൂം നന്നായി വരട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് സൗത്ത് റൂമിനെ ഒരു വലിയ, കാരണം സ്കൈ ഈസ് ദ ലിമിറ്റ്. അതുപോലെ രാജനും സ്കൈ ഈസ് ദ ലിമിറ്റ്. അങ്ങനെ ഓരോ വർഷവും അങ്ങനെ കയറിക്കിട്ട് വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ വിളിച്ചതിനും ഞങ്ങളെ ഇത്രയും ഉപകാരം തന്നതിനും വളരെ നന്ദി. രാജനോടും ഫാമിലിയോടും എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.